UGC കരട് നയത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷനിൽ സംയുക്ത പ്രമേയം. മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് പ്രമേയം പാസാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സംഘം കേന്ദ്രമന്ത്രിയെ കാണും. പ്രധാനമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പഠന കേന്ദ്രങ്ങളെ വാണിജ്യ കേന്ദ്രങ്ങളാക്കാനാണ് ശ്രമമെന്ന് തെലങ്കാന ഉപമുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യമായാണ് ഇത്രയും സംസ്ഥാനങ്ങൾ UGCക്കെതിരെ രംഗത്ത് വരുന്നതെന്ന് കർണാടക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങളും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശവും ഇല്ലാതാക്കുന്ന തരത്തിൽ ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് റെഗുലേഷനിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് എന്ന് എല്ലാ പ്രഭാഷകരും അവിടെ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ ഗ്രസിച്ചിട്ടുള്ള ആപൽക്കരമായ പ്രവണതകളെ പരിഗണിക്കുക, അതിനെതിരായിട്ടുള്ള പ്രതിരോധം കെട്ടിപ്പടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഗോപാൽ ശിലാസനൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗോപാൽ, വിവരങ്ങൾ. ഇന്ന് നടന്ന കൺവെൻഷനിലാണ് ഇത്തരത്തിൽ സംയുക്തമായൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ ചേർന്നാണ് ഈ പ്രമേയം പാസാക്കിയ വിവരം ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. കർണാടകയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, അതിനോടൊപ്പം തന്നെ തെലങ്കാനയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഇതുപ്രകാരം മന്ത്രി ബിന്ദു വിശദീകരിച്ചത് ഈ കരട് നയം രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ ചോദ്യം ചെയ്യുന്നത് ആണ് എന്നും രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഗ്രസിച്ചിരിക്കുന്ന ഒരു ആപൽഘട്ടത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതും എന്നായിരുന്നു. ഇത് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സംഘം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കും. കൂടാതെ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ആലോചിക്കുന്നുണ്ട്. ഇത് പ്രകാരം വിവിധ മന്ത്രിമാർ വിവിധ ആശയങ്ങളാണ് ഈ പ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ 15 നിർദ്ദേശങ്ങളാണ് ഈ പ്രമേയത്തിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ കരട് നയം പിൻവലിക്കണം എന്ന് സൂചിപ്പിക്കുന്ന 15 നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതിൽ പഠന കേന്ദ്രങ്ങളെ വാണിജ്യ കേന്ദ്രങ്ങളാക്കാനാണ് ശ്രമം എന്നായിരുന്നു തെലങ്കാന ഉപമുഖ്യമന്ത്രി ഭട്ടിയുടെ വാക്കുകൾ. അതേസമയം തന്നെ ഇതാദ്യമായാണ് ഇത്രയും സംസ്ഥാനങ്ങൾ UGCക്കെതിരെ രംഗത്ത് വരുന്നത് എന്ന് കർണാടക ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു. സർവാധികാരങ്ങൾ ഉണ്ടെന്ന രീതിയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളെ എതിർക്കണമെന്നായിരുന്നു തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സംസ്കൃതത്തെ മൂന്നാം ഭാഷയാക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കൂടാതെ തന്നെ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി മറ്റൊരു കാര്യം കൂടിയുണ്ട്. വൈസ് ചാൻസലർമാരുടെ അസാന്നിധ്യം ഇന്നത്തെ UGC കരട് നയത്തിനെതിരായ കൺവെൻഷനിൽ ഉണ്ടായിരുന്നു. ഒരു VC മാത്രമാണ്, മലയാളം സർവകലാശാലയിലെ VC ആയിട്ടുള്ള ഇരു സുഷമ മാത്രമാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നത്. അതിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടി ജനാധിപത്യ ബോധമുള്ളവരെയും അതിനോടൊപ്പം തന്നെ ഈ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരെയുമാണ് തങ്ങൾ ക്ഷണിച്ചിരുന്നത്. അത്തരത്തിലുള്ളവരെല്ലാം തന്നെ ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ തെളിവായിരുന്നു ഈ സമ്മേളനം നടന്ന ഹാൾ പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞിരുന്നത്. അല്ലാത്തവർക്ക് അതിന്റെ അവസരം നഷ്ടമായി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നായിരുന്നു മന്ത്രി ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയത്.